അങ്ങനെ ഭാവന ജയേഷിന്റെ മുഖത്തടിക്കാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നത്, നീ ആരെടാ വരുത്തനെന്ന് പറഞ്ഞത്? ഞങ്ങൾ എല്ലാരേക്കാളും അധികാരവും അവകാശവും ഞങ്ങളുടെ വീട്ടിൽ സൂര്യക്കുണ്ട്. അവിടെ സൂര്യക്ക് കൂടി നീ വിലയിടാൻ വരണ്ട. ഇത് കേൾക്കുമ്പോൾ ജയേഷ് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്, ഓഹോ അങ്ങനെയാണല്ലേ, എങ്കിൽ ഭാനുവിനെ കൂടി സൂര്യക്ക് കെട്ടിച്ചു കൊടുക്ക്. ഇത് കേൾക്കുമ്പോൾ സൂര്യക്കും ഭാവനയും ആകെ ദേഷ്യം തോന്നുകയാണ്. അവർ ഷോക്കായി ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. പിന്നീട് ഭാവന, നീ അത്രക്കും തരം താഴ്ന്നവനായി പോയല്ലോടാ എന്ന് പറഞ്ഞ് ജയേഷിനെ രണ്ട് കൈയും വെച്ചിട്ട് നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ജയേഷ് ഭാവനയ്ക്ക് നേരെ എടി എന്നും പറഞ്ഞ് കൈ ഉയർത്തി വന്നപ്പോഴേക്കും സൂര്യ ഇടപെടുകയാണ്. എന്നിട്ട് സൂര്യയും ജയേഷും തമ്മിൽ അവിടെ വഴക്കാവാൻ കേട്ടോ. ഒരുവിധം ഭാവന രണ്ടുപേരെയും മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട്, സൂര്യ, ഇവനെയൊക്കെ തല്ലിയാൽ ഇവൻ ചത്തുപോകും. നിന്നിൽ അല്പം നന്മയുണ്ടെന്ന് കരുതിയാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത്. നിന്റെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത്? ഭാനുവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നിന്നെക്കാട്ട് സംസാരിച്ചതും. പക്ഷെ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരുപക്ഷെ ദൈവമായിട്ടായിരിക്കും ഇതിനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ഇനി നിനക്ക് ഭാനുവിനെ തരില്ല. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള നിനക്ക് വിവാഹം കഴിച്ചു തരാൻ വേണ്ടിയിട്ടില്ല ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ ജയേഷ് പറയുന്നത്, ഇതൊക്കെ നിങ്ങളല്ല തീരുമാനിക്കണത്, ഭാനുവും കൂടി തീരുമാനിക്കട്ടെ. അപ്പോൾ സൂര്യ പറയുന്നത്, ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നീയും ഭാനുമായിട്ടുള്ള ബന്ധം ഇവിടെ തീർന്നു. അതുകൊണ്ട് ഇനി ചെല്ലേ പോയി നിന്റെ അച്ഛനോട് പറ ഈ കല്യാണം നടക്കില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ജയേഷ് പറയുന്നുണ്ട്, ഒന്നുകൂടിയും ആലോചിച്ചിട്ട് പോരെ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇനിയൊന്നും ആലോചിക്കാനില്ല. ജോലിയും കൂലിയും ഇല്ലാത്ത സാധാരണക്കാരനെ ഭാനുവിനെ വിവാഹം കഴിച്ചു കൊടുത്താലും ശരി, നിനക്ക് അവളെ വിവാഹം കഴിച്ചു തരില്ല. അപ്പോൾ ജയേഷ് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഭാവനേച്ചി പറയുമ്പോൾ ആലോചിച്ച് പറയാൻ പറ. ഇല്ലെങ്കിൽ ഈ ജയേഷ് ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അറിയാനൊന്നുമില്ലടാ. ഈ ഭൂമി തലകീഴായിട്ട് മറിഞ്ഞാലും നിനക്ക് ഞങ്ങൾ ഭാനുവിനെ കല്യാണം കഴിച്ചു തരില്ല. അപ്പോൾ ജയേഷ് പറയുന്നത്, അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് കാണാം. എന്നെ തല്ലിയതിനും ഇപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടിയതിനുമെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഭാനുവിനെ വിവാഹം കഴിക്കാവോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരുന്ന് യാചിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാൻ ഇനി നിന്റെ നാവ് ഉണ്ടാകില്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഭാവന സൂര്യയെ തടയാൻ കേട്ടോ. വേണ്ട സൂര്യ, വിട്ടേക്ക് സൂര്യ, ഇനിയും ഇവനോട് സംസാരിച്ചാൽ നമ്മൾ രണ്ടിലൊരാൾ ജയിലിൽ പോകേണ്ടി വരും. നീ ചെല്ലേ, എല്ലാം ഇവിടെ അവസാനിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ ജയേഷ് എടുത്ത് ചാടാണ്. അതങ്ങനെ നിങ്ങളെങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്നിട്ട് സൂര്യയുടെ നേരെ വിരൽ ചൂണ്ടിട്ട് പറയുന്നുണ്ട്, കേട്ടോ ഞാൻ ആരാണെന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ പോവാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഭാവന ഇവൻ പക്ക ഫ്രോഡാണ്. അപ്പോൾ ഭാവനയും പറയുന്നത്, അതെ ഇവനെ സൂക്ഷിക്കണം സൂര്യ, എനിക്ക് പേടിയാകുന്നു, ഇവൻ ഭാനുവിനെ ട്രാപ്പിലാക്കിയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ സൂര്യ പറയുന്നത്, അതിൽ സംശയമില്ല ഭാവന, ഒന്നുകിൽ കുടുംബപക അല്ലെങ്കിൽ മറ്റെന്തോ ഉദ്ദേശം. എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ ഉടൻ തന്നെ അവന്റെ പ്രതികരണം ഉണ്ടാകും. അതിനു മുൻപ് നമുക്ക് ഭാനുവിനോട് എല്ലാം തുറയണം എന്ന് പറയണം സൂര്യ എന്ന് ഭാവനയും പറയാൻ കേട്ടോ. പിന്നെ ഇവൻ പറഞ്ഞതെല്ലാം നമുക്ക് അതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിൽ പറയാൻ സാധിക്കില്ല, അത് അവർക്ക് വിഷമമാകും. അങ്ങനെ അവർ അവിടെ നിന്നും പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന ജയേഷിന്റെ വീടാണ്. അവൻ മോഹനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോഹനും ഭാര്യയും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. മോഹൻ പറയുന്നുണ്ട്, ഭാവനയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആണുങ്ങളുടെ ധൈര്യവും പെണ്ണുങ്ങളുടെ രൂപവുമാണെന്ന്. അതിപ്പോൾ എത്ര ശരിയാണ്? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോഹനേട്ട എന്ന് ചോദിക്കുന്നുണ്ട് രാജി. വരട്ടെ രാജി, വഴിയുണ്ട്. എന്തായാലും ഭാവന ഇവനെ തല്ലിയില്ല, അതെന്തായാലും ഇപ്പോൾ നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും എന്താ വേണ്ടതെന്ന് തീരുമാനിക്കും. അവരെന്തായാലും എല്ലാവരും അവിടെ കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് പറയാം. അപ്പോഴാണ് കേട്ടോ അവിടേക്ക് മോഹന്റെ അമ്മയുടെ എൻട്രി. അവരൊരു വീൽ ചെയർ ഉന്തിക്കൊണ്ട് അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കൊച്ചുമകനെ ആ ഭാവന തല്ലിയെന്ന് വെറുതെ വിടരുത് മോഹന, അവളെ ഈ വീട്ടിൽ എന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം. ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറയാം. അപ്പോൾ ജയേഷ് പറയുന്നുണ്ട്, ആരും ഇതിനുള്ള മറുപടി കൊടുക്കണം, എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഞാൻ എന്റെ കാൽച്ചുവട്ടിൽ ഈ വീട്ടിൽ കൊണ്ടുവരും എന്ന് പറയാൻ. എന്തായാലും നീ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് മോഹൻ പറയാൻ കേട്ടോ. അതേസമയം ഭാവനയുടെ വീട്ടിലെ ഗായത്രിയും ജാനകിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് ഭാനുവിന്റെ കാര്യം തന്നെയാണ്. എന്തായാലും ഇനി വിവാഹമൊക്കെ നടത്താൻ തീരുമാനിച്ച സ്ഥിതി മനസ്സിൽ നിന്ന് ശത്രുത കളയാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ ജാനകി. അപ്പോൾ ഗായത്രി പറയുന്നത്, ഞാനത് എന്നെ കളഞ്ഞു ഏട്ടൻ. സൂര്യ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലുള്ളതെല്ലാം മാറി, അതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത് എന്ന് പറയാൻ. അതേസമയം ഭാവന വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് സോഫയിൽ വന്ന് ഇരിക്കാൻ കേട്ടോ. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് മഴ അതുവഴി പോകുന്നത്. അപ്പോൾ ഭാവനയുടെ ഇരുത്തം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഭാവന, നീ എപ്പോൾ വന്നത് എന്ന് ചോദിക്കാൻ. മയച്ചി, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയാൻ. അങ്ങനെ മായ തന്നെ ജാനകിയെയും ഗായത്രിയെയും എല്ലാവരെയും വിളിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ഗായത്രിയും ജാനകിയും ഭാനുവും വിജയപത്മനും സേതുവും അരുന്ധതിയും എല്ലാം എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ഭാവനയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, സൂര്യമോൻ എവിടെ എന്ന് ചോദിക്കാൻ. സൂര്യക്ക് അർജന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഓഫീസിൽ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കാൻ. ഈ വിവാഹം നടക്കില്ല, ജയേഷ് നമ്മൾ ഉദ്ദേശിച്ചതുപോലുള്ള ഒരാളല്ല എന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. അപ്പോൾ ഭാനു കരഞ്ഞുകൊണ്ടും ഭാവനയുടെ അടുത്തേക്ക് ഓടി വരാൻ, ചേച്ചി ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്?
അപ്പോൾ ഭാവന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ നിനക്കല്ല മൂല്യം, നിനക്ക് ഞങ്ങൾ തരുന്ന ധനത്തിനാണ് അവൻ മൂല്യം കൽപ്പിച്ചത്. അവന്റെ അച്ഛൻ ചോദിച്ച സ്ത്രീധന തുക കുറഞ്ഞു പോയെന്നും അതിലും ഇരട്ടി അവൻ കിട്ടും എന്നൊക്കെയാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. അവൻ പറഞ്ഞതെല്ലാം എനിക്ക് ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല ഭാനു എന്ന് പറയാൻ ഭാവന. എല്ലാവരും ആകെ ഷോക്കാവുണ്ട്. അവനവസാനം സേതു എന്ന് പറയുന്നുണ്ട്, അവൻ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഈ ആലോചന ഇവിടെ വിട്ടേക്ക് ഭാവന, അവന് കൊടുക്കാൻ പെണ്ണ് ഈ വീട്ടിലില്ല. അവനക്ക് ഭാനുവിനേക്കാൾ വലുത് പണമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, ഈ വീട്ടിൽ അവന് പെണ്ണില്ല എന്ന് തന്നെ പറയാണ്. ഇതെല്ലാം അച്ഛനും മകനും പ്ലാൻ ചെയ്താണ് അവിടെ സംസാരിച്ചത് എന്ന് ഭാവന പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനൊരു വിഷമാണെന്ന്, അണലിക്കുണ്ടാവുന്നത് അണലിതല്ലാതെ പിന്നെ മറ്റെന്തെങ്കിലും ആകുമോ എന്ന് പറയാൻ. എല്ലാം കേട്ട് നിൽക്കുന്ന ഭാനുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഭാനു അവനോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കും സംസ്കാരമില്ലാത്ത രീതിയിലാണ് അവൻ എന്നോട് സൂര്യയോട് സംസാരിച്ചത്. സൂര്യയെക്കുറിച്ച് എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് അവൻ പറഞ്ഞത് നിനക്കറിയാമോ? എല്ലാം കേട്ടു നിന്ന ഭാനു കണ്ണു തുടച്ചുകൊണ്ട് ഭാവനയോട് ചോദിക്കുകയാണ്, എന്താ ചേച്ചിയുടെ കയ്യിന് എല്ലില്ലായിരുന്നോ? അവന്റെ കരണം അടിച്ചു പുകയ്ക്കേണ്ടേ? ചേച്ചിയെയും ഏട്ടയും അധിക്ഷേപിക്കാൻ അവനാരാ? ഇതെല്ലാം കേട്ട് എല്ലാവരും അന്താളിച്ച് നിൽക്കണ്ട. ഭാവനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറുപടി അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭാവന ചിരിച്ചുകൊണ്ട് ചോദിച്ചതിന് ഭാനു, അതേ ചേച്ചി, എന്നെക്കാളും അവന് വില കൽപ്പിക്കുന്നത് എന്റെ പണത്തിനാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ അവനെ? എന്റെ ചേച്ചിയോട് ധിക്കാരം കാണിക്കാൻ മാത്രം അവൻ വളർന്നിട്ടില്ല എന്ന് ഭാനു പറയുമ്പോൾ ഗായത്രിക്കും സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ ഭാനു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഭാവന കരഞ്ഞുകൊണ്ട് അവളെ മാറോട് ചേർക്കും. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ഗായത്രി വന്നിട്ട്, നീയാണ് മിടുക്കി, ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കും. അങ്ങനെ എല്ലാവരും അവളെ അഭിനന്ദിക്കാൻ. അവസാനം സേതു പറയുന്നുണ്ട്, ഭാവന ഇതോടെ ഇവിടെ നിർത്തിക്കോണം, ഇനി ഈ ബന്ധം നമുക്ക് വേണ്ട, സമയമാകുമ്പോൾ ഭാവനു പറ്റിയൊരു ആലോചന നമുക്ക് തന്നെ വരും, അത് നമുക്ക് നടത്തി കൊടുക്കാം എന്ന് തന്നെ പറയാണ്. എന്തായാലും ജയേഷിനെ അങ്ങനെ വിടാൻ പറ്റില്ല, അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ജയേഷിനെ വെറുതെ വിടാൻ പാടില്ല എന്ന്. അപ്പോൾ ഭാനു തന്നെയാണ് പറയുന്നത്, ചേച്ചി ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാനു ജയേഷിനെ മീറ്റ് ചെയ്യാൻ കേട്ടോ. അവൻ കൊടുത്ത ഓരോ ഗിഫ്റ്റും അവൾ നിലത്ത് എറിഞ്ഞ് ഉടയ്ക്കാൻ കേട്ടോ. ജയേഷ് വന്നിട്ട്, ഭാനു നീ എന്തൊക്കെയാ ചെയ്യുന്നത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ മിണ്ടിപ്പോകരുത്, എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞ് ഭാനു അവനെ വിട്ടകറ്റാണ്. എന്താ ഭാനു ഇതൊക്കെ, നീ ആദ്യം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി. ഞാനും ഭാവനേച്ചും തമ്മിൽ സംസാരിച്ചപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കി. നിന്നോട് ഭാവനേച്ച് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറയാൻ. ഇത് കേട്ടതും ഭാനു ഒന്ന് സ്റ്റെക്കാവുകയാണ്. അപ്പോൾ ജയേഷ് വീണ്ടും പറയാണ്, നിന്നോട് ഭാവനേച്ചി എന്ത് പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയാം, പക്ഷേ ഭാനു ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാനു പറയുന്നത്, ജയേഷ് നീ ആരെക്കുറിച്ച് സംസാരിച്ചു ശരി, ഭാവനേച്ചിയെ കുറിച്ച് അങ്ങനെ പറയരുത്. എന്റെ ഭാവനേച്ചി ഒരിക്കലും കള്ളം പറയാറില്ല, അത് എത്ര കൈപ്പേറിയ വിഷയം ആയാലും. നിന്നെ കണ്ടതുപോലെയല്ല എന്റെ ഭാവനേച്ചി, ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല. എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ വളർത്തിയ ആളാണ് എന്റെ ഭാവനേച്ചി. അതുകൊണ്ട് നീ സൂര്യേട്ടനെയും എന്റെ ഭാവനേച്ചി അധിക്ഷേപിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല, അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇനി നീ എന്നോട് സംസാരിക്കാൻ വരരുത്, എന്നെ കാണരുത് എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിൽക്കാണ്ടോ. ആ സമയത്ത് ജയേഷ് പറയുന്നത്, ഒന്ന് നിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നല്ല അല്ലേ, എങ്കിൽ നീ എന്റെ കാല് പിടിക്കാൻ വരുന്ന ഒരു അവസരം വരും, അതെങ്ങനെയാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയാണ്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, അതിന് ഈ ഭാനു രണ്ടാം ജന്മം ജനിക്കണം, എന്നെ നിന്നെ വിചാരിക്കുന്നിടത്ത് കിട്ടില്ല എന്ന് പറയാൻ. എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് റിസോർട്ടിൽ അവൾക്ക് ബോധക്ഷയം ഉണ്ടായപ്പോൾ കൊണ്ടുപോയത് ബാക്കി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ കൂട്ടിച്ചേർത്ത് പറയാൻ കേട്ടോ ഭാനുവിനോട്. എല്ലാം കേട്ട് ഭാനു ആകെ ഷോക്കാവാണ്. അവൾക്ക് മറുത്തൊന്നും സംസാരിക്കാൻ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ. എന്നിട്ട് റൂമിലെത്തിയ ശേഷം അവൾ ഒരേ ഒരു ഇരിപ്പായിരുന്നു, മുറിയും അടച്ചിട്ട്. അങ്ങനെ ഒരുപാട് സമയം ആലോചിച്ചതിന് ശേഷം അവൾ കഥ കിടക്കാൻ കേട്ടോ റൂമിന്റെ. പിന്നീട് കാണിക്കുന്നത് ഭാവനയും ഗായത്രിയും എല്ലാവരും ഹാളിലിരുന്ന് ചർച്ച ചെയ്യാൻ കേട്ടോ ജയേഷിന്റെ ഓരോ രീതിയെക്കുറിച്ച്. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. വരട്ടെ, നമുക്ക് എന്താണ് അവരുടെ അടുത്ത മൂവ്മെന്റ് എന്ന് നോക്കാം, അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാം തൽക്കാലത്തേക്ക് എന്ന് പറയാൻ കേട്ടോ ഭാവന. അങ്ങനെ സംസാരിക്കുന്നിടയിൽ മായ ഭാനുവിന്റെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് കാണുന്ന സീന് കണ്ട് അവൾ ആകെ ഷോക്കാവാണ്. ചെയറിലിരുന്ന് അവളുടെ കയ്യിന്റെ ഞരമ്പിൽ നിന്നും ബ്ലഡ് താഴേക്ക് ഒലിച്ചിറങ്ങുകയാണ്. ഇത് കണ്ട് അവൾ ഭാവനയെയും ഗായത്രിയുടെ ഉച്ചത്തിൽ വിളിക്കാൻ. അങ്ങനെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ആകെ ഷോക്കാവാണ്. ഉടൻ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ.